സൺഡേ സ്പെഷ്യലാണെന്ന് ഞങ്ങൾ അല്പം നെയ്ച്ചോറ് ഒക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചേക്കാണ്. അപ്പോൾ നമുക്കിന്ന് തുടങ്ങണ്. ഓക്കെ, അത് കുറച്ച് സൺഫ്ലവർ ഓയിലിൽ കൂടെ കുറച്ച് നെയ്യും ചേർക്കാണ്. നെയ്ച്ചോറിനായിട്ട് ഇനി ഫസ്റ്റ് സവാള നമുക്ക് മൊരിക്കാനുള്ള സവാള ആദ്യം മൊരിക്കാണ്. ഉള്ളിയൊക്കെ ഒരുവിധം മൂത്തിട്ടുണ്ട്, മൊരിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇടുക. അതിനുശേഷം ഉണക്കമുന്തിരി, ഗ്രാമ്പു, ഏലക്ക, ജീരകം, കുരുമുളക്. ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, നമുക്കൊരാവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ ജീരകശാല അരിയാണ് എടുത്തേക്കണത് നെയ്ച്ചോറിനായിട്ട്. കണ്ടില്ലേ, അതൊന്ന് നമുക്ക് കുതിർത്തി വെച്ചാൽ പെട്ടെന്നാവും. അതിന് വേണ്ടി കഴുകി വെക്കുകയാണ്. ഇനി നമുക്ക് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുക. നമുക്ക് മൂടി വെച്ച് കത്തിക്കാം. ഞാൻ അവിടെ ഒരു 10 മിനിറ്റ് വേണ്ട, 10 മിനിറ്റ് ഇതൊന്ന് കത്തുമ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ നെയ്ച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് കഴിക്കുമ്പോൾ ഒരു ചെറിയ ഷോട്ടും കൂടി എടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കിയ നെയ്ച്ചോറ് കഴിക്കണം. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ.